3 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന അകലാട് അംബാല ഉറൂസ് അന്നദാനത്തോടെ സമാപിച്ചു. അകലാട് അംബാല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷൈഖ് അബ്ദുൽ ഖാദർ മസ്താൻ ബുഖാരിയുടെ 41-മതും വലിയുള്ളാഹി മുഹമ്മദ് മസ്താൻ നഖ്ശബദിയുടെ 39-മത് ഉറൂസും ജൂൺ 20, 21, 22 ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഉറൂസിന്റെ ഭാഗമായി ബലിപെരുന്നാൾ ദിവസം രാവിലെ 9 മണിക്ക് സമൂഹ സിയാറത്തോടുകൂടി പതാക ഉയർത്തി അബ്ദുൾ റഷീദ് നേതൃത്വം നൽകി. രണ്ടാം പെരുന്നാൾ ദിവസം അസർ നമസ്കാരത്തിന് ശേഷം മഹലിലെ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മൌലിദ് മജ്ലിസും ഉണ്ടായിരുന്നു. ജൂൺ 20 വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടത്തിയ ദിക്ർ ഹൽഗയ്ക്കും ഹത്തമുൽ ഖുറാനും മഹല്ല് ഖത്തീബ് സ്വാലി ഫൈസി പെരുമ്പിലാവ് നേതൃത്വം നൽകി. മുൻ ഖത്തീബ് സൈദലവി ദാരിമി പതിരിക്കടവ്, ഷറഫുദ്ദീൻ ദാരിമി എടക്കഴിയൂർ, ഉമ്മർ മൌലവി മണ്ണാർക്കാട് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. 21-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് നടത്തിയ ദുവാ മജ്ലിസും മതപ്രഭാഷണവും സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജില്ലാ സെക്രട്ടറി VM ഇല്യാസ് ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അലി മുസ്ലിം വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് സ്വാലി അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം കൺവീനർ മുനീർ മുക്രിയത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് ഹംസ തൊണ്ടൻകേരൻ, ഹൈദർ കറുത്താറൻ തുടങ്ങിയവർ സംസാരിച്ചു. അഹമ്മദ് ഹാജി കൊളത്തൂർ, അലി അക്ബർ ഫൈസി, അൻവർ മുസ്ലിയാർ, ഷഹീർ ദാരിമി, ഷർഫി കമ്പാല, ഉസ്മായിൽ മാളിയക്കൽ തുടങ്ങി പള്ളി ഇമാമുമാരും പങ്കെടുത്തു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടത്തിയ അന്നദാനത്തിന് മഹല്ല് ഖത്തീബ് സ്വാലി ഫൈസി മൊയ്തീൻ ഹാജിക്ക് ആദ്യ കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു. ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. റഫി മുസ്ലിം വീട്ടിൽ, ഷാജഹാൻ ഹാജരകത്ത് തുടങ്ങി അംബാല മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി.